ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദുവും നീലനും കൂടി നേരെ ക്യാമ്പ് ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയ സമയത്ത് അവിടെ വന്നിരിക്കുന്ന ജോഡികളൊക്കെ ചേർന്നിട്ട് ആ ഒരു ക്യാമ്പ് ഫെയറിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ മെതുവായിട്ടുള്ള ഡാൻസൊക്കെയാണ്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കിടയിൽ അവരും ചേർന്നിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഇവർ പുതിയ കപ്പിളാണല്ലോ, ഇവരെ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഇനി നിങ്ങൾ ചേർന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഡാൻസ് കളിക്കാൻ. അപ്പോൾ നീലം പറയണ്ട, അയ്യോ ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല, ഇതെന്താ ഇവിടെ എന്തെങ്കിലും റിയാലിറ്റി ഷോ മറ്റോ നടക്കുകയാണോ, വെറുതെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇന്ദുവും പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും പേർക്ക് മുന്നിൽ വെച്ചിട്ടൊന്നും ഇതുവരെ കളിച്ചിട്ടില്ല, അതൊന്നും സാരമില്ല, എൻജോയ് ചെയ്യേണ്ട ഒരു സമയമല്ലേ. എന്നാൽ ആ പെൺകുട്ടി നിർബന്ധിച്ചത് കേട്ടപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് ഡാൻസ് ചെയ്യുകയാണ്. ഒരു പ്രണയഗാനാണ് അവർക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും പ്രണയത്തോടു കൂടി തന്നെയാണ് ആ ഒരു ഡാൻസ് ചുവടുകൾ വെക്കുന്നതും. അത് കഴിഞ്ഞപ്പോൾ അവർക്കുള്ളിലുള്ള ആ ഒരു പ്രണയവും ഇഷ്ടമൊക്കെ കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എഴുന്നേറ്റിട്ട് രണ്ടുപേരും പുറത്തേക്ക് നടക്കുകയാണ്. കുറച്ചു ദൂരം പയ്യെ നടന്നതിന് ശേഷം രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നീലൻ അവളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ദു അതിന് അനുവദിക്കുന്നുണ്ട്. രണ്ടുപേരും മറ്റൊരു ലോകത്താണ്, അവരുടേതായ ഒരു പ്രണയ ലോകത്താണ് ഉള്ളത്. ആ സമയത്ത് നീലൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് തനിക്ക് വിഷമാവോ, തനിക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ താൻ എന്നത്തേതിനേക്കാൾ ഇന്ന് വളരെയധികം സുന്ദരിയായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇന്ദു ആകെ നാണത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സത്യമായിട്ടും ആ ക്യാമ്പ് ഫയറിലുള്ള ആ ഒരു ഫയറിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ താൻ പറഞ്ഞറിയിക്കാൻ വയ്യ, സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് തന്നോട് പ്രണയം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളിങ്ങനെ തലതാഴ്ത്തി നിന്ന സമയത്ത് അവൻ മെല്ലെ അവളുടെ താഴെ പിടിച്ചുയർത്തിയിട്ട് പറയുകയാണ്, ഇന്ദു ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടോ? ഇന്ദുവും മറ്റൊരു പ്രണയത്തിൻ്റെ ലോകത്താണുള്ളത്. അപ്പോൾ അവളും നാണത്തോടെ പറയാണ്, നീലേട്ട എനിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നു. പക്ഷേ അവൾക്കുള്ളിലും അവനോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. നീലനാണെങ്കിൽ വളരെ പയ്യെ ശബ്ദം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിലാണ് പറയുന്നത്, ഇന്ദു സത്യമായിട്ടാണ് പറയുന്നത്, ഇന്ന് താൻ വളരെയധികം സുന്ദരിയാണ്. ഇതിപ്പോൾ തന്നോട് എങ്ങനെയാണ് പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സമയത്ത് ഇത് പറയാതിരുന്നാൽ ഞാൻ പിന്നീട് വല്ലാതെ ദുഃഖിക്കുമെന്ന് എനിക്ക് തോന്നി. അതൊക്കെ കേട്ടപ്പോൾ ഇന്ദുവിന് മനസ്സിലായി, താൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ഒരു ദിവസം ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. നീലേട്ടൻ മനസ്സിലുള്ള പ്രണയം തന്നോട് പറയാൻ വേണ്ടി പോവുകയാണ്. നീലനാണെങ്കിൽ ശബ്ദം താഴ്ത്തി ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്വാസം ഇത്രയധികം അടക്കി പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ കാര്യം തന്നോട് പറഞ്ഞത്. ഇന്ദു ഇത് മാത്രമല്ലാതെ തന്നോട് മറ്റൊരു കാര്യം കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദു ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നീലേട്ടൻ ഇപ്പോൾ മനസ്സിലുള്ള പ്രണയം പറയുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. എത്രയൊക്കെ ആഗ്രഹിച്ച കാര്യമാണെങ്കിലും അത് അടുത്തടുത്ത് വന്നിട്ട് നീലം പറയാനുള്ള ആ ഒരു സമയത്തിയപ്പോൾ ശരിക്കും അവളും നാണത്തിൽ പരവശയായിട്ടാണ് നിൽക്കുന്നത്. പറയട്ടെ ഇന്ദു. എന്നിട്ട് അവൾക്ക് അടുത്തൂടെ ഒന്നുകൂടെ ചേർന്ന് നിന്നിട്ട് നീലം പറയാണ്, ഞാൻ ഓരോ തവണ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി തൻ്റെ അടുത്ത് വരുന്ന സമയത്തും എന്നെ ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വന്ന് തടസ്സം നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും കുഴപ്പമില്ല, ഇന്ന് ഈ നിമിഷം ഞാനിത് തന്നോട് പറഞ്ഞേ തീരുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്ദുവിന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നീലം പ്രണയം പറയാനാണ് പോകുന്നതെന്ന്. അതുപോലെ തന്നെ അവനാണെങ്കിൽ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചെടുക്കുകയാണ്. ഇന്ദുവിന് വല്ലാത്തൊരു പരവശയൊക്കെ തോന്നുന്നുണ്ട്. ഇന്ദു ഞാൻ നിന്നെ, നീലനിങ്ങനെ മെല്ലെ മെല്ലെ പറയാണ് അവളുടെ മുഖത്തും കണ്ണുകളിലും നോക്കിയിട്ട്. ഇന്ദു ആണെങ്കിൽ നാണത്തോടെയാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് കുറച്ച് ദൂരത്ത് നിന്ന് ഡാ നീല കണ്ടാ എന്നുള്ള വിളി കേൾക്കുന്നത്. നീലനാണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇന്ദു മറ്റൊരു ലോകത്തായതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയുള്ള വിളികളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ. എന്നിട്ട് അവനത് ഇന്ദുവിനോട് ചോദിച്ച് ഉറപ്പുവരുത്താണ്, ഇന്ദു എന്നെ ആരോ വിളിക്കുന്നത് പോലെ താൻ കേട്ടോ? ഇല്ലല്ലോ. ഓ അങ്ങനെയാണോ? പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒരു തോന്നലുണ്ടായി, എന്നെ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുവാണ്. നീലൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്ന് അവൻ്റെ മുഖത്ത് ടെൻഷൻ നിറയുന്നത് ഇന്ദു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ദുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചതൊക്കെ അവൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവൻ അമ്മയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നുകയും ആ നിമിഷം തന്നെ അവന് പേടിയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ദു ആണെങ്കിൽ അവൻ്റെ ആ ഒരു മനസ്സിലുള്ള വെപ്രാളം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, നീലേട്ടാ നിങ്ങൾ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? അവൾ വീണ്ടും അവൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. ശരിയാ, ഞാൻ ആ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞ് വീണ്ടും നീലൻ ആ പ്രണയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഇന്ദുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി പറയാണ്, ഞാൻ തന്നെ ആദ്യമായിട്ട് കണ്ട ആ ദിവസം മുതൽ എന്ന് പറഞ്ഞു തീർന്നതും വീണ്ടും അതേ വിളി കേൾക്കുകയാണ്, നീല കണ്ടാ? ഡാ ഞാൻ നിന്നെയല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താ കേൾക്കാത്തത് പോലെ നിൽക്കുന്നത്? അപ്പോഴേക്കും ഇന്ദുവിനും നീലനും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നീലൻ്റെ മുഖം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താൻ എന്തോ കേൾക്കുന്നുണ്ടോ ഇന്ദുവിനോട് ചോദിച്ചപ്പോഴേക്കും ഇന്ദുവിൻ്റെ മുഖം മാറിയിട്ടുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്കും കേട്ടു ഇന്ദു,
എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും വീണ്ടും ശബ്ദം കേൾക്കാണ്, നീലകണ്ഠ. അപ്പോൾ ഇന്ദുവിനെ മാറ്റിയിട്ട് നീലൻ നോക്കുന്ന സമയത്ത് അവൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കൺമുന്നിൽ തൻ്റെ അമ്മയടങ്ങുന്ന ഒരു സംഘം തന്നെയുണ്ട്. അമ്മയും രാധികയും പായസവും അതിനു പുറമെ രാജേശ്വരിയും പിന്നെ സൗപർണികയും അവളുടെ ഭർത്താവായിട്ടുള്ള ശ്യാമും എല്ലാറ്റിലും ഉപരി ഡക്ലേസും. അവൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. അവരൊക്കെ ശരിക്കും തണുത്ത് വിറച്ച രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, അതിനനുസരിച്ച് ഡ്രസ്സുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നീലൻ ഒന്നുകൂടെ സംശയം തീർക്കാൻ വേണ്ടി അമ്മ എന്ന് വിളിച്ചപ്പോൾ സന്തോഷം കൊണ്ട് വാസന്തി ചിരിച്ചുകൊണ്ട് പറയാണ്, ഡാ നീല. അപ്പോഴാണ് ഇന്ദു തിരിഞ്ഞു നോക്കുന്നത്. ഇന്ദു ആണെങ്കിലും നീലനെ പോലെ തന്നെ കൺമുന്നിൽ കണ്ട കാഴ്ച അവളെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാസന്തി മാത്രമല്ല, രാധികയും പായസവും എല്ലാവരെയും കണ്ടപ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ വീട്ടുകാരിൽ നിന്നും ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇങ്ങനെ ഒരു ട്രിപ്പിന് വന്നത് പോലും. അപ്പോൾ അവിടെ അവരെല്ലാവരും തങ്ങളെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു നീരസം നീലൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ദുവും തരിച്ചു നിൽക്കുകയാണ്. അമ്മ. നീലൻ അങ്ങോട്ടേക്ക് പോവാണ്, അമ്മയാണെന്ന് ഒന്നുകൂടെ ഓട്ടി ഉറപ്പിക്കാൻ വേണ്ടി. അപ്പോൾ പായസം നോക്കിയിട്ട് നീലനെ അടിമുടി നോക്കിയിട്ട് പറയാണ്, ഡാ നീല, പാൻറ്റും ഷർട്ടൊക്കെ നന്നായിട്ടുണ്ട്. പായസം. എന്നിട്ട് എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് നീല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒറ്റയാളോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുടുംബം മൊത്തമാണല്ലോ വന്നിരിക്കുന്നത്. എവിടെയാ ഡക്ലേസ്? ദോ ഒളിയാ എന്നും പറഞ്ഞിട്ട് ഡക്ലേസിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡക്ലേസ് ആണെങ്കിൽ അവിടെ നിലത്തിരുന്നിട്ട് സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീലൻ ദേഷ്യപ്പെട്ട് നോക്കുന്ന സമയത്ത് നീലന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, നിൻ്റെ അമ്മ എന്നെ കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, എന്താടാ നീല, നീ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത്? അമ്മ വരുന്ന നീ കരുതിയതേ ഇല്ല അല്ലേ? ഇല്ല, സത്യമായിട്ടും കരുതിയതേ ഇല്ല. നീലൻ അതുപോലെ തന്നെ പറയാണ്. നീലൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഇന്ദുവിന് നന്നായിട്ട് ഊഹിക്കാൻ പറ്റുമായിരുന്നു. ഇന്ദുവിന് മാത്രമല്ല, അവിടെ കൂടി നിന്ന ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, വാസന്തിക്കും രാധികയ്ക്കും പായസത്തിനും ഒഴികെ. സൗപർണികയ്ക്കും ശ്യാമിനൊക്കെ മനസ്സിലായി തങ്ങളവിടെ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ വാസന്തി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിനക്കിപ്പോൾ സർപ്രൈസ് തന്നത്, മനസ്സിലായോ? നീലം വീണ്ടും വീണ്ടും എല്ലാവരെയും നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ്. ഈ ഹോട്ടൽ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരു പണിയായടാ. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ രാധികയും തലയാട്ടുന്നുണ്ട്. അപ്പോൾ വാസന്തി മകനോടുള്ള വാത്സല്യം കൊണ്ട് പറയാണ്, അയ്യോ, ഈ മഞ്ഞ് നന്നായിട്ട് പെയ്യുന്ന സമയത്ത് നീ ഇവിടെ പുറത്തു വന്ന് നിൽക്കുന്നത്? ഡാ, പനി പിടിക്കുവടാ, നാളെ ജോലിയുള്ളതല്ലേ, വാ റൂമിലേക്ക് പോവാം. ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് ഇന്ദുവിന് മനസ്സിലാവുകയാണ്. അപ്പോൾ നീലൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്? അവൻ്റെ മുഖത്ത് ആ ഒരു നീരസം ഉണ്ടായിരുന്നു അവൻ്റെ ചോദ്യത്തിലും. അത് കേട്ടപ്പോൾ വാസന്തിക്ക് സങ്കടമാവുകയാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലായി. തങ്ങളെല്ലാവരും ഇപ്പോൾ നീലനും ഇന്ദുവിനും ഡിസ്റ്റർബ് ആണെന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വാസന്തി പറയുന്നുണ്ട്, എന്താടാ നീല ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മ യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് എത്തിച്ചേർന്നല്ലോ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചപ്പോൾ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നീയല്ലേ എക്സ്ട്രാ 100 പേർക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനും മറ്റാരും ഇല്ല, നമ്മൾ തന്നെ വേണം വിളമ്പിക്കൊടുക്കാനെന്നൊക്കെ നീ ഡക്ലേസിനോട് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ നീലൻ ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. ഡക്ലേസ് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വന്നതെന്ന് നീലൻ കരുതുന്നുണ്ട്. അതുകൊണ്ടാടാ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഡക്ലേസിനെ നോക്കിയിട്ട് നീലൻ പിറുവിറുക്കാണ്. ഡക്ലേസ് പേടിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ വാസന്തി ആണെങ്കിൽ ഡക്ലേസിനെ നോക്കിക്കൊണ്ട് നീലനോട് പറയാണ്, ഇവൻ പഠിച്ച കള്ളനാടാ, എന്നോട് പോലും പറഞ്ഞില്ലടാ. നമ്മുടെ കടയിലുള്ള ചേട്ടനില്ലേ, ചേട്ടനോട് ഇവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പം അങ്ങനെയാണ് സംഭവം എന്നുള്ളത് നീലന് മനസ്സിലായി. ഡക്ക് ചേട്ടനോട് സംസാരിക്കുന്നത് അമ്മ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടാണ് എല്ലാവരും ചേർന്ന് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ചേട്ടൻ കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കട ആരാ നോക്കുക? നീലന് ദേഷ്യം സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാടാ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നീലം വീണ്ടും വീണ്ടും എല്ലാവരെയും നോക്കുന്ന സമയത്ത് വാസന്തി പറയാണ്, അതും ഇല്ലാതെ നീ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് വിളമ്പുകയും വെക്കുകയും ഒക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് വന്നത്. അമ്മ വിളമ്പിക്കൊടുക്കാൻ വന്നതാണല്ലേ? എന്താടാ, ഞാൻ വിളമ്പിക്കൊടുക്കില്ലേ? ആ, അമ്മ നന്നായിട്ട് വിളമ്പിക്കൊടുക്കും. ഞാൻ ചെയ്യില്ലേ? ആ, അമ്മ ഓൾറെഡി ചെയ്തു കഴിഞ്ഞല്ലോ. നിലം പിറുവിറുക്കാണ്. എന്താടാ പിറുവിറുത്തോണ്ടിരിക്കുന്നത്? അതല്ല അമ്മ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു. അതിനുശേഷം രാജേശ്വരിയും ബാക്കിയുള്ളവരെ നോക്കിയിട്ട് നീലൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവരൊക്കെ എന്താ വന്നത്? അത് ഞങ്ങൾ മാത്രമാണടാ വരാൻ തീരുമാനിച്ചത്. ആ സമയത്ത് ഇവരൊക്കെ വെറുതെ അവിടെ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവളുടെ അമ്മയുണ്ടല്ലോ രുക്മിണി, അവൾ പറഞ്ഞു ഇവരെ കൂടി കൂട്ടിക്കൊണ്ട് പോവാൻ. അങ്ങനെ ഇവരെ ഞങ്ങളുടെ തലയിലാക്കിയിട്ട് അവൾ രക്ഷപ്പെട്ടു. അല്ല, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വന്നത്? നീലൻ സംശയത്തോട് ചോദിക്കുകയാണ്. വാനാടാ അളിയാ വന്നത്.
വാനോ? നീല ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയധികം ദൂരെ ഇവരെല്ലാവരും വാന് പിടിച്ചിട്ടാണോ വന്നത് എന്ന് കരുതിയിട്ട്. അപ്പോൾ അവൻ സങ്കടത്തോടെ ഡെക്ക് പറയുന്നുണ്ട്, ഞാനൊരു 100 വട്ടം പറഞ്ഞതാണ് അളിയ, പക്ഷെ ഇവരാരും കേട്ടില്ല. എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് ഇവരാ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ സൗപർണിക പറയുന്നുണ്ട്, ഏട്ടത്തി ഞങ്ങൾ വരണമെന്ന് കരുതിയതല്ല, പക്ഷേ അമ്മയാ പറഞ്ഞത് ഇവർ മാത്രം വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അതുകൊണ്ട് നിങ്ങളും പോവണം. മാത്രമല്ല ഏട്ടത്തി അവിടെ ഭക്ഷണം വിളമ്പാനൊക്കെ ബുദ്ധിമുട്ടുന്നു, അതുമാത്രമല്ല ഏട്ടത്തിയെ പാചകത്തിന് സഹായിക്കാൻ ഞങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്നും. അതൊന്നും കുഴപ്പമില്ല സൗപർണിക, മാത്രമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളും എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ഇത് നിങ്ങൾക്കും ഒരു ട്രിപ്പായി ആയിക്കോളുമല്ലോ. അപ്പോൾ നീലൻ സങ്കടത്തോടെ ഇന്ദുവിനെ നോക്കുകയാണ്, ആണോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇന്ദു തലയാട്ടിക്കൊണ്ട് അവനോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് വാസന്തി ആണെങ്കിൽ ദേഷ്യത്തോടെ ഇന്ദുവിനോട് പറയുന്നുണ്ട്, എന്താ ഇന്ദു ഈ തണുപ്പുള്ള സമയത്ത് റൂമിൽ അടച്ചിരിക്കാതെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് തണുപ്പ് കൊള്ളുന്നത്? ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് നിങ്ങൾ രണ്ടുപേരും അറിയുന്നില്ലേ? അതല്ല അമ്മ, ഇവിടെ ഹോട്ടലിൽ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നതാ. ക്യാമ്പ് ഫയറോ? അങ്ങനെ പറഞ്ഞ എന്താ? അപ്പോഴേക്കും രാധിക വേഗം മാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മാമി നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ നടുവിൽ തീ വെച്ചിട്ട് ചുറ്റിലും ആൾക്കാരിരിക്കുന്നത്, അതാണ് ക്യാമ്പ് ഫയർ. ഓഹോ, തീ വെച്ചിട്ട് കുളിര് കഴിയുന്നതിനെയാണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് അല്ലേ? നന്നായിട്ടുണ്ടടാ. ആ അതൊക്കെ വിട്, ഞങ്ങൾക്ക് റൂം എവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളൂ, ഇനി നിങ്ങൾക്കൊക്കെ റൂം ബുക്ക് ചെയ്യണം. നീലം പിറുവിറുക്കാണ്. അങ്ങനെയാണെങ്കിൽ പോയിട്ട് റൂം ബുക്ക് ചെയ്, അതുവരെ ഞങ്ങളെവിടെ ഇരിക്കുക, തൽക്കാലം ഞങ്ങളുടെ റൂമിലിരിക്കുക എന്നും പറഞ്ഞിട്ട് നീലൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എല്ലാവരും ചേർന്ന് അവരുടെ റൂമിൽ ബെഡിലും കസേരയിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇന്ദു ആണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് വാസന്തിയോട് ചോദിക്കുകയാണ്, അമ്മ നിയമോളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ജോലി ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലത്ത് എന്തിനാണ് പഠിക്കുന്ന ചെറിയ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? അവളുടെ സ്കൂളിൽ ലീവാക്കാൻ വേണ്ടിയോ? അവൾക്ക് പരീക്ഷയല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് അവളെ നോക്കാൻ വേണ്ടി പൂർണ്ണിയെയും ആ രുക്മിണിയെ അവിടെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതല്ല അമ്മ, അവള് ചെറിയ കുട്ടിയല്ലേ, എല്ലാവരും അവളെ തനിച്ചാക്കിയിട്ട് പോയി എന്ന് അവൾക്ക് സങ്കടം വരില്ലേ? ആഹാ കൊള്ളാം, അത് നീ ഇവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് വരുമ്പോൾ നിനക്ക് ഓർമ്മയില്ലായിരുന്നോ? ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണോ നിനക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്? അതല്ല അമ്മ, നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അതിനെന്താ, എന്നെക്കാളും അതിപ്പോൾ ആ രുക്മിണിയായിട്ടാണ് ഒട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾ നന്നായിട്ട് നോക്കിക്കോളും. പിന്നീട് ആരും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അവിടെ ഒരു പ്രശ്നം നടക്കുന്നുള്ള അവസ്ഥ വന്നപ്പോൾ നീലൻ ഡെക്കിനെയാണ് നോക്കുന്നത്, വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നതിന്. അപ്പോൾ അതിനുശേഷം എല്ലാവരോടായിട്ട് അവൻ പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും, ഞാൻ വേറെ എക്സ്ട്രാ ഒരു റൂം കിട്ടുമോ നോക്കിയിട്ട് വരാം. ഡെക്കിനെ നീലൻ നോക്കുന്തോറും നീലനെ കണ്ട് പേടിച്ച് മാറി മാറി വഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡെക്ക്. അവസാനം നീലൻ തന്നെ പറയുന്നുണ്ട്, ഡാ അളിയാ നീയും കൂടെ വാടാ, നമുക്ക് റൂം കിട്ടുമോ നോക്കാലോ. ഇല്ലടാ അളിയാ, എനിക്ക് പായസത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് ഡെക്ക് മാറി നിന്നപ്പോൾ നീലൻ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. നീ ഇല്ലാതെ ഞാൻ ഉണ്ടോടാ അളിയാ, വാടാ അളിയാ എന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഡെക്ക് വിളിച്ചു പറഞ്ഞിട്ട്, പായസം എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ വന്ന് രക്ഷിക്കണേ. അപ്പോൾ പുറത്തെത്തിയപ്പോൾ തന്നെ ഡെക്കിനെ നീലനെടുത്ത് പെരുമാറുകയാണ്. അയ്യോ, നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ അളിയാ, നിങ്ങളോട് തനിച്ച് വരാനല്ലേ ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ നാട് മൊത്തം കൂട്ടിക്കൊണ്ടു വന്ന അവസ്ഥയായല്ലോ. ഡെക്കു അപ്പോഴോ ദേഷ്യത്തോടെ തന്നെയാണ് തിരിച്ചു പറയുന്നത്, അയ്യോ നിൻ്റെ അടുത്തൊന്നും നിൻ്റെ അമ്മയുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്രയും പേര് വന്നത്? അത് നിൻ്റെ അമ്മ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, നിന്നോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് ചേട്ടനെ കാര്യങ്ങൾ വിളിച്ച് പറയായിരുന്നു, അത് നിൻ്റെ അമ്മ ഒളിച്ചു നിന്ന് കേട്ടു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡാ അളിയാ, എനിക്ക് നെഞ്ചൊക്കെ ആകെ പതറി കള്ളം പറയാനൊന്നും കിട്ടിയില്ലടാ അളിയാ. നിയമോളെ പേര് പറഞ്ഞിട്ടെങ്കിലും നിൻ്റെ അമ്മയെ ഒന്ന് അവിടെ തടഞ്ഞു നിർത്താമെന്ന് കരുതിയപ്പോൾ നിയമോളുടെ കാര്യം രുക്മിണി അമ്മ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അത് രുക്മിണി അമ്മയുടെ തലയിലിട്ടിട്ട് രുക്മിണി അമ്മയെ അവിടെ നിർത്തിയിട്ടാണ് നിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ എന്താണ് അളിയ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ എൻ്റെ സമയമാണ് ശരിയില്ലാത്തത് എന്നും പറഞ്ഞിട്ട് നീലൻ ദേഷ്യത്തിൽ പോവാണ്. നിൻ്റെ മാത്രമല്ല എൻ്റെയും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഡെക്കും പോകുന്നുണ്ട്. ഇന്ദു വേഗം പുറത്തിറങ്ങിയിട്ട് രുക്മിണിയെ ഫോൺ വിളിക്കുകയാണ്. ഇന്ദു സുഖാണോ മോളെ? അമ്മ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നമ്മ. എനിക്ക് കാര്യം മനസ്സിലായി. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെട്ട് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നീയും നീലനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും തനിച്ച് നിൽക്കാൻ പോയ സമയത്ത് ഇവരെല്ലാവരും വന്നിട്ട് നിങ്ങളുടെ സമാധാനം കളയുന്നു. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്നത് പോലെയൊക്കെ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചതാണ്. പക്ഷേ അവരെല്ലാവരും അങ്ങോട്ടേക്ക് വന്നേ അടങ്ങുമെന്ന് ഒറ്റക്കാലിൽ തീരുമാനമെടുത്തതാ. അപ്പോൾ സങ്കടത്തോടെ ഇന്ദു പറയുന്നുണ്ട്, അവരിവിടെ വന്നതിന് കുഴപ്പമില്ല അമ്മ, പക്ഷെ അവരിവിടെ വന്ന സമയം എനിക്ക് മോശം സമയമായിരുന്നു. അതെന്താ, എന്തു പറ്റി ഇന്ദു? ഇത്രയും കാലം ഇന്ന് പറയും നാളെ പറയുന്നു ഞാൻ കാത്തിരുന്ന നീലേട്ടൻ്റെ പ്രണയം അവസാനം നീലേട്ടൻ എന്നോട് പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു.
പക്ഷേ കൃത്യസമയം അമ്മ, അവരൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ നീലേട്ടൻ്റെ മനസ്സിലുള്ള സ്നേഹം എന്നോട് പറയുമായിരുന്നു. അത് കേട്ടതും രുക്മിണിക്ക് കാര്യം മനസ്സിലായി. നീലൻ അവൻ്റെ മനസ്സിലുള്ള പ്രണയം ഇന്ദുവിനോട് പറയാൻ പോയ കൃത്യസമയത്താണ് എല്ലാവരും അവിടെ ചെന്ന് എത്തിയതെന്ന്. ഇന്ദു സങ്കടത്തോടെ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും എൻ്റെ മനസ്സിലുള്ള പ്രണയം അദ്ദേഹത്തോട് തുറന്നു പറയുമായിരുന്നു. കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് വിചാരിച്ച ആ കൃത്യസമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ വന്നു ചേർന്നത്. ഇനി ഞങ്ങൾ തമ്മിലുള്ള പ്രണയം പരസ്പരം പറയാൻ പറ്റുമെന്ന് പോലും എനിക്കൊരു വിശ്വാസമില്ല അമ്മ. ഇത്രയും ദൂരം നാട് വിട്ട് വന്നിട്ടും ഈ ഒരു കാര്യം ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അവളുടെ വാക്കുകളിൽ നിന്ന് അവളുടെ മനസ്സിൽ എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് രുക്മിണിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവർ വന്നതോ വന്നു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ടെൻഷനുമില്ല. പക്ഷേ അവർ വരുന്ന സമയത്ത് അവർക്ക് നിയമോളെ കൂടി കൂട്ടിയിട്ട് വന്നൂടായിരുന്നോ? അതെനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നുവാണ്. നിയമോൾക്ക് അവിടെ വല്ലാത്ത സങ്കടമായിരിക്കും. ഇന്ദുവിന് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഇന്ദു, ഞാൻ പോയിട്ട് നിയമോളോട് ചോദിച്ചു, നീ അവരുടെ കൂടെ പോകുന്നോന്ന്. അതിന് അവൾ എന്താ മറുപടി പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എനിക്ക് എക്സാം വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാന്ന് അവൾ പറഞ്ഞത്. അതല്ല അമ്മ ഒറ്റൊരാൾ വേണ്ടേ അവിടെ കഷ്ടപ്പെടാൻ? അയ്യോ ഇന്ദു, ഞാൻ 4 കുട്ടികളെ പ്രസവിച്ച് വളർത്തിയ ഒരു അമ്മയാണ്. എനിക്ക് കുട്ടികളെ കാര്യം നോക്കാൻ നന്നായിട്ടറിയാം. നീ അതാലോചിച്ചിട്ട് ഒരു ടെൻഷനും ആവണ്ട. നിയമോളുടെ കാര്യം ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അതുപോലെ തന്നെ അവരെല്ലാവരും 24 മണിക്കൂർ നിങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക. എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഭാഗത്തല്ലേ ഉണ്ടാവുക. നീയും നീലനും ഒരു റൂമിൽ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. ശരി അമ്മ. ഇന്ദുവും കുറച്ചൊരു വിഷമത്തോടെയാണെങ്കിലും അത് അംഗീകരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ മനസ്സ് തുറന്നിട്ട് എൻ്റെ പ്രണയം പറയാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ രുക്മിണിക്ക് ചിരി വരികയാണ്. ശരി, എല്ലാവരും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ശരി ഇന്ദു എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ദു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ തന്നെ പറയാം, എന്തായാലും റൂമിൽ തനിച്ചല്ലേ ഉണ്ടാവുക. ഇന്ദു എന്തായാലും ഇത്തവണ നീലനോട് പ്രണയം പറയണമെന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.